ഞാനൊരു വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലം കാണിച്ചു തരട്ടെ. നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരും. വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണ് തുമ്പൂർ മൂഴി ഗാർഡൻ. നമ്മുടെ ഒരു ശലഭോദ്യാനാണ് ഇവിടം. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്, നമ്മുടെ അതിരപ്പള്ളിക്ക് തൊട്ടടുത്താണ്. അതിരപ്പള്ളി, വാഴച്ചാൽ, തുമ്പൂർ മൂഴി ഇതെല്ലാം കൂടെ കണ്ട് ഒരു ദിവസം അടിച്ച് പൊളിച്ച് ഉല്ലസിച്ച് തിരിച്ചു പോകാൻ പറ്റുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇവിടെ ബട്ടർഫ്ലൈസ് ഏറ്റവും കൂടുതൽ വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഇപ്പോഴും ഉണ്ട്, ഒരുപാട് ഇതിലെല്ലാം പറന്ന് നടപ്പുണ്ട്. ഇവിടെ ഈ ചിത്രശലഭങ്ങളെ പ്രത്യേകിച്ച് ആകർഷിക്കുന്ന രീതിയിലുള്ള ഈ സസ്യങ്ങളുടെ അല്ല ചെടികളുടെ പ്രത്യേകമായ ഒരു കൂടുതൽ സാന്നിധ്യമുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ചിത്രശലഭങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ശലഭങ്ങളുടെ കളിയായിരിക്കുമെന്നാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ശലഭങ്ങളെല്ലാം ഇവിടെ എത്തുമെന്ന് ആ സമയത്ത്. ഇതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ പാർക്കിംഗ് ഏരിയ, ചിൽഡ്രൻസ് പാർക്ക് എല്ലാം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും ആദ്യമേ അങ്ങോട്ട് നടന്നു പോകാം. അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, നമുക്ക് അതിലേക്ക് ഏലിയ പോകുന്ന നമുക്ക് നോക്കാം. പോകുന്ന വഴിക്കുണ്ടോ ഇതുപോലെ ഒരുപാട് ഈ കൽ മണ്ഡപങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അത് അതിമനോഹരമായ രീതിയിലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. തുമ്പൂർ മൂഴി ഗാർഡൻ. ഇവിടെ ഭക്ഷണം ഇവിടെ ഇരുന്ന് കഴിക്കരുതെന്നൊക്കെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ചിലപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ ഈ വിനോദ യാത്രയ്ക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഫുഡുമായിട്ടാണല്ലോ മിക്കവാറും വരുന്നത്. അപ്പോൾ നമ്മളത് ഇതിൻ്റെ അകത്ത് കയറി ഇരുന്ന് കഴിച്ചിട്ട് ഇവിടെ നമ്മൾ ചിലപ്പം വേസ്റ്റൊക്കെ ഇടും. അങ്ങനെ ഇടരുത്, അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യരുതെന്ന് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്തോട്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലേ വളരെ മനോഹരം, നല്ല ഭംഗി, നല്ല വൃത്തിക്കാണ് ഇട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ്. ഇതാ ചിൽഡ്രൻസ് പാർക്കിലേക്ക് ഇറങ്ങി പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, ഇതിപ്പോൾ ഈ കൽമണ്ഡപത്തിൻ്റെ ഉൾഭാഗമാണ്. ഇതുണ്ടോ, സൈഡിലെ ഇരിപ്പിടങ്ങൾ ഇതെല്ലാം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ ആംബിയൻസും എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഫുഡ് കഴിച്ചു പോകും. അതിനാണ് അവരവിടെ പ്രത്യേകം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഇവിടെ ഇരുന്നുകൊണ്ട് കഴിക്കരുതെന്ന്. കാരണം വേസ്റ്റ് എല്ലാം വീഴും, അത് വേറൊരു സംഭവം. നമ്മളെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ആംബിയൻസ്. എന്താണെന്നറിയോ, ഇവിടെ മുഴുവൻ വൃക്ഷങ്ങൾ നിൽക്കുക. നമ്മളൊരു ഫോറസ്റ്റിലേക്ക് കയറിയ ഒരു അനുഭവമാണ് നമുക്ക്. ഇതുകൊണ്ടോ, ഇവിടെ മുഴുവൻ ഇങ്ങനെ മരങ്ങളുടെ വലിയ വള്ളികളും എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് അതേ കുറച്ച് പേര് കിടന്നിങ്ങനെ ആടുന്നുണ്ടായിരുന്നു, കുറേ പിള്ളേരൊക്കെ. ഇവരും അതേപോലെ കയറി ആടാൻ പോകാൻ തോന്നുന്നു. അല്ല, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുവാനുള്ള അതെ. ഇവിടെ ഇതിലേ പോകുന്നവരെല്ലാം എന്നാൽ ഇവിടെ നിന്ന് ആടുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല തിരക്കാണ് ആ ഭാഗത്തൊക്കെ. കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ, ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ വീണ്ടും ഉണ്ട് ഇതുപോലെ ഒരു ഹട്ട്. ഈ ഹട്ടുകൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറിയിരുന്ന് കുറേ നേരം വിശ്രമിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. നമ്മൾ ശരിക്കും ഇതുപോലെ ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നു പക്ഷെ അതല്ല, നമ്മളിവിടെ വന്നെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. ഇവിടുത്തെ പ്രത്യേക ഒരു അന്തരീക്ഷവും ഇവിടുത്തെ ഈ പച്ചപ്പും. നമ്മൾ ശരിക്കും ഒരു ഫോറസ്റ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ. ഒരു സൈഡിൽ കൂടെ മുഴുവൻ ചിത്രശലഭങ്ങളും കുട്ടികളും അല്ലാത്തവരും. ഇവിടെ നല്ല ബഹളം, ആകപ്പാടെ ഒരു നല്ല അന്തരീക്ഷമാണ്. അത് നമ്മളിവിടെ വന്ന് അനുഭവിച്ചെങ്കിലേ നമുക്ക് ഇവിടുത്തെ സുഖം നമുക്ക് എത്രത്തോളം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ്. അതിലേക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് ചെന്നിട്ട് വേണം കയറാൻ വേണ്ടി. അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഈ തൂക്കുപാലം. ഈ ഹാങ്ങിങ് ബ്രിഡ്ജിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയാണ്. ഈ പാലത്തിൻ്റെ അങ്ങേ അറ്റം വരുന്നത് എറണാകുളം ജില്ലയാണ്. ഈ ചാലക്കുടി പുഴയ്ക്ക് ക്രോസായിട്ടാണല്ലോ ഈ പാലം പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഒരറ്റം വരുന്നത് എറണാകുളം ജില്ലയും മറ്റേ അറ്റം വരുന്നത് തൃശ്ശൂർ ജില്ലയുമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടെ നമ്മൾ ഇവിടുന്ന് നടന്നു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം ഉണ്ടല്ലോ. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണല്ലോ. നമ്മൾ അതിലേക്കാണ് നമുക്ക് കയറി പോകാൻ പറ്റും. പക്ഷേ ഈ പാലം വഴി നമ്മൾ അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഏഴാറ്റുമുഖത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടി അവിടുന്ന് വീണ്ടും പാസ് എടുക്കണം, എങ്കിലേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഏഴാറ്റുമുഖത്ത് നമ്മൾ കയറിയിട്ട് അവിടെ എല്ലാം കണ്ട ശേഷം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പം വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വീണ്ടും നമ്മൾ പാസ് എടുക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇവിടുന്ന് ഈ തുമ്പൂർ മൂഴിയിൽ നിന്ന് കയറി പോകുന്നവരെല്ലാം തന്നെ ഈ പാലത്തിൻ്റെ അങ്ങേ അറ്റം വരെ ചെന്നിട്ട് അവിടെ എല്ലാം നിന്ന് കണ്ട് ഒരു ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് ഇങ്ങ് പോരത്തേ ഉള്ളൂ.
ഈ താഴെ കൂടെ നമ്മൾ ഈ കാണുന്നത് ചാലക്കുടി പുഴയാണ് ഈ കാണുന്നത്. ചാലക്കുടി പുഴയ്ക്ക് ക്രോസായിട്ടാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഈ പാലത്തിലും നല്ല തിരക്കാണ്. നമുക്കിനി നേരെ ആ ചിൽഡ്രൻസ് പാർക്കിലേക്ക് കയറി നോക്കാം. അവിടെ എന്തൊക്കെയോ കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അവിടെയാന്ന് തോന്നുന്നു ഒരു ആന കരയുന്ന ശബ്ദമുണ്ട്. ഇതുകൊണ്ടോ അതിൻ്റെ കവാടാണ് ഒരു മങ്കയെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അത് നല്ല ഭംഗിയായിട്ട് തന്നെ. ഇവിടെ എല്ലാം നിറയെ മരങ്ങളാണ് നിൽക്കുന്നത് കേട്ടോ. ഇത്രയും മരങ്ങൾ ഇവിടെ നിൽക്കുന്നെങ്കിലും ഒരു കരികല പോലും താഴെയില്ല. കാരണം അതെല്ലാം അപ്പം തന്നെ ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാരുണ്ട്. നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഇഷ്ടംപോലെ പക്ഷികളൊക്കെ ഈ മരത്തെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ഈ ചാലക്കുടി പുഴയിൽ നിന്ന് വെള്ളം ഇതുവഴി ഈ കനാലിൽ കൂടെ എന്തോ കൃഷി ആവശ്യത്തിനൊക്കെ ആയിരിക്കും ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നല്ല വെള്ളം. പക്ഷേ അതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ഷട്ടർ പോലെയൊക്കെ ഉണ്ട്. അതിൻ്റെ പരിപാടി എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ കൂടെ എന്താണെങ്കിലും വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇവിടെ വരുന്നവരെയൊക്കെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ് തൻ്റെ ഈ ആന. തുമ്പൂർ മൊഴി ഗണപതി എന്നാണ് ഇവൻ്റെ പേര്. എൻ്റെ കഴുത്തിൽ ഇങ്ങനെ മാല ഇങ്ങനെ ഉണ്ട്. ഇവനെ അതുകൊണ്ട് തുമ്പിക്കൈ പൊക്കിയിട്ട് നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ വെള്ളം ചീറ്റിക്കും. കണ്ടോ, വെള്ളം ചാടുന്ന കണ്ടോ. ഈ ആനയുടെ പുറത്ത് കയറാൻ വേണ്ടി നമ്മൾ അതിനൊക്കെ പ്രത്യേകം പാസ് എടുക്കണം. ടിക്കറ്റ് എടുത്താലേ നമുക്ക് അതിൻ്റെ പുറത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഈ ആനയെ ഒരു വണ്ടിയാണ് കേട്ടോ. ഒരു ആനയെ ഇങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഓടിക്കുന്ന ഡ്രൈവറാണ് എൻ്റെ പുറയിൽ കേട്ടോ. ആ പുള്ളി ആ പുറയിൽ ഇരിക്കുന്നുണ്ടോ, അദ്ദേഹമാണ് ഇത് ഓടിച്ചോണ്ട് പോകും. നമ്മൾ ഇവിടുന്ന് പാസ് എടുത്തിട്ട് നമ്മൾ ഈ സാധാരണ ആനയുടെ പുറത്ത് സവാരി ചെയ്യുന്ന പോലെ തന്നെ ഈ ആനയുടെ പുറത്തും അതുപോലെ തന്നെ ഒരു ബോക്സ് പോലെ ഇങ്ങനെയുണ്ട്, സീറ്റൊക്കെ ഉണ്ട്. അതേൽ കയറി ഇരുന്നിട്ട് നമുക്ക് ഇതുവഴി അവരിങ്ങനെ കൊണ്ടുപോകും. ആ സമയത്ത് ഈ ആന ഇങ്ങനെ കിടന്ന് കരഞ്ഞ് ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ ആനയെ ഇതിൻ്റെ അകത്ത് എവിടെയാണ് കിടന്നുണ്ട് ഇങ്ങനെ കിടന്ന് കരയുന്നെന്ന്. ഗണപതി. ഇത് കണ്ടോ വേറൊരു സംഭവം. 2 വലിയ ടാങ്കിൻ്റെ അകത്ത് നിറയെ മീനുകൾ കിടക്കുകയാണ്. ഇതെന്താണെന്നറിയോ, നമ്മുടെ കാൽപാദം നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കണം. അന്നേരം ഈ മീനുകളെല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ ഈ കാൽപാദത്തെ ഇങ്ങനെ വന്ന് കൊത്തും. അപ്പോൾ ഈ കൊത്തുന്ന സമയത്ത് നമ്മുടെ ഈ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിന് ഒരാൾക്ക് 13 വയസ്സ് വരെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുട്ടികൾക്ക് 30 രൂപ, 13 വയസ്സ് തൊട്ട് മേലോട്ട് പ്രായമുള്ളവർക്കൊക്കെ ഒരാൾക്ക് 50 രൂപ. അങ്ങനെയാണ് ഇതിൻ്റെ ചാർജ്. ഇത് എന്തിനാണെന്നോ അങ്ങനെ ഗുണം കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷേ ഇത് നല്ലതാണെങ്കിലേ നമ്മുടെ ഇവിടെയുള്ള ഈ അക്വേറിയം ഒക്കെ നടത്തുന്നില്ലേ, അവർക്ക് ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാമല്ലോ അല്ലേ. അവർക്കും ഒരു വരുമാനം ആകുന്ന. ഇതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് നല്ലതാണോ അഴുക്കാണോ എനിക്കറിയില്ല. അത് കൊള്ളാം. അതായത് പുതിയ വെള്ളം ഇതിൻ്റെ അകത്തോട്ടെല്ലാം വീഴുന്നല്ല, പഴയ വെള്ളമല്ല. ഒരു സൈഡിൽ കൂടെ പുതിയ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഇതിൻ്റെ അടിവശം കണ്ടോ, അതുവഴി പഴയ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിപ്പം എന്താണെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നവരാരും തന്നെ ഈ കാൽപാദം കൊത്തിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഇതിനകത്ത് ഇതുപോലെയുള്ള ഈ സ്ലൈഡേഴ്സിൻ്റെ കളികളാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ പിള്ളേർക്ക് കളിക്കാനൊക്കെ പറ്റി. പിള്ളേരെന്നല്ല, ഇതിനകത്ത് പ്രായഭേദമന്യേ എല്ലാവരും വന്ന് ഇതിൻ്റെ അകത്തൂടെ കയറി ഈ തണ്ടി സൈഡിൽ കൂടെ ഇങ്ങനെ ഊർന്നു വരുന്ന കാണാം. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് മാത്രമേ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ. കാരണം ഒരുപാട് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമാകും. അതുകൊണ്ടാണ്. ഇവിടെ ഈ തുമ്പൂർ മൂഴിലേക്കുള്ള പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്.